ഗോകുലം ഗോപാലിനെ വിടാതെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. നടപടി ഓഫീസിലും വീട്ടിലും നടന്ന പരിശോധനയ്ക്ക് ശേഷം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന ഉത്തരവിൽ സർക്കാരിന് തൽക്കാലത്തേക്ക് ആശ്വാസം. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തതോടെ പ്രവർത്തനം പുനരാരംഭിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. മുനമ്പം നിവാസികളെ വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേർത്ത് ട്രൈബ്യൂണൽ. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണമില്ല. നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. പ്രതിക്ക് എങ്ങനെ സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കോടതി. നടപടി വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമെന്നും നിരീക്ഷണം. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തൽ. ദൃശ്യം 4 നടപ്പാക്കിയെന്ന പ്രതി ജോമോന്റെ പ്രതികരണം. സുഹൃത്തുക്കളുമായുള്ള ഫോൺ സംഭാഷണ രേഖകൾ പോലീസിന് ലഭിച്ചു. ജോമോൻ വിളിച്ചവരുടെയും മൊഴിയെടുക്കും. കൊല്ലം കോട്ടുകൽ അമ്പലത്തിലെ ഉത്സവത്തിൽ RSS ഗണഗീതം പാടിയത് അന്വേഷിച്ച് പോലീസും ദേവസ്വം ബോർഡും. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ക്ഷേത്രോപദേശക സമിതി. പാടിയത് ദേശഭക്തി ഗാനമെന്ന് വിശദീകരണം. ആശാസമരത്തെ തള്ളിപ്പറഞ്ഞ INTUC സംസ്ഥാന അധ്യക്ഷന് KPCCയുടെ താക്കീത്. കോൺഗ്രസ് പിന്തുണച്ച സമരത്തെ തള്ളിപ്പറഞ്ഞത് പാർട്ടി വിരുദ്ധമെന്ന് വിമർശനം. R ചന്ദ്രശേഖരനെ തള്ളി K മുരളീധരനും രമേശ് ചെന്നിത്തലയും. ട്രംപിന്റെ ആഗോള തീരുവ നീക്കങ്ങളെ തുടർന്ന് ലോകമാകെ ഓഹരി വിപണികളിൽ വൻ തകർച്ച. സെൻസെക്സ് തുടക്കത്തിലെ 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞു. രൂപയുടെ മൂല്യത്തിലും കുറവ്.